പ്രമേഹം പ്രധാനമായിട്ടും 3 തരത്തിൽ ഹൃദയത്തിനെ ബാധിക്കാറുണ്ട്. ഇതിൽ മൂന്നാമത്തെ രോഗം 99% ആളുകൾക്കും കേട്ടിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ എത്രയോ ആളുകളെ ആ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. നമുക്ക് നോക്കാം പ്രമേഹം ഏതൊക്കെ രീതിയിലാണ് ഹൃദയത്തിന് കേടുവരുത്തുന്നത് എന്നുള്ളത്. അല്ല, നമ്മൾ അറിയേണ്ട വേറെ കാര്യമുണ്ട് കേട്ടോ. വെറും 10 കൊല്ലം മതി ഹൃദയത്തിനെ തകർക്കാൻ. പ്രമേഹത്തിന് ചികിത്സ എടുക്കാത്തവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഷുഗറിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഷുഗറിന്റെ ആ ഒരു അളവ് നോർമലിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെയല്ലേ നിങ്ങളും വിചാരിച്ചത്? സത്യത്തിൽ അതിന് മാത്രമല്ല ഷുഗറിന് ഇതും ചികിത്സിക്കുന്നത്. ഷുഗറിന്റെ ചികിത്സ എന്തിനാണ്? പ്രമേഹം കുറെ കാലം കഴിയുമ്പോൾ വേറെ അസുഖമായിട്ട് എന്ന് വെച്ചാൽ കണ്ണ് കേടുവരും, കിഡ്നി കേടുവരും, ഹാർട്ടിൽ ഡാമേജ്, ബ്രെയിനിൽ പ്രശ്നങ്ങൾ വരും, നരമ്പുകൾക്ക് പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്ക് പ്രമേഹം മാറും. ഈ കോംപ്ലിക്കേഷൻസ് തടയാനാണ് സത്യത്തിൽ പ്രമേഹത്തിന് ചികിത്സ കറക്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കേടുവരുന്നത് ഭൂരിപക്ഷവും സൈലന്റ് ആയിട്ടാണ്. പുറമേക്ക് തുടക്കത്തിൽ ഒരു ലക്ഷണം ഉണ്ടാവും. മാത്രമല്ല പ്രമേഹത്തിന്റെ കേട് എന്ന് പറയുന്നത് ഷുഗറിന്റെ അളവിലുപരി പ്രമേഹം എത്ര വർഷമായി എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കൂടുതൽ. ഇനി നമുക്ക് പ്രമേഹം ഏതൊക്കെ രീതിയിൽ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടെന്ന് നോക്കാം. ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് ഹൃദയത്തിലെ രക്തക്കോയിലുകളിൽ ബ്ലോക്ക് വരുത്തുക എന്നുള്ള അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ബ്ലോക്ക് വരിക, അറ്റാക്ക് വരിക, രക്തക്കോയിലിനകത്ത് നീർക്കെട്ട് വരിക, ഇതെല്ലാം ഉണ്ടാവും. ഇരട്ടി റിസ്ക് ആണ് പ്രമേഹ രോഗിക്ക് അറ്റാക്ക് വരിക. രണ്ടാമത്തെ പ്രശ്നം ഹൃദയത്തിന്റെ മസിലുകൾക്ക് കേടുവരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ മസിലുകളെ കേടുവരുത്തിയിട്ട് ഹൃദയത്തിന് പമ്പിങ് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റൂല. മസിൽ ഡാമേജ് വരും. ഇതിന് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഇത് ബ്ലോക്ക് ഇല്ലാത്തവർക്കും വരാട്ടോ. 12% പ്രമേഹ രോഗികൾ ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഹൃദയത്തിന്റെ പമ്പിങ് കുറയാറ്. ഇനി മൂന്നാമത്തെ അവസ്ഥ എന്താന്ന് നോക്കാം. ഇത് ഭൂരിപക്ഷ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് തന്നെ. ഇതിന്റെ പേരാണ് കാർഡിയാക് ഓട്ടോണോമിക് ന്യൂറോപ്പതി. ഇതെന്താ സംഭവം? നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ്, അതുപോലെ നമ്മുടെ പൾസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ചില നരമ്പുകൾ. ഈ നരമ്പുകൾക്കും നാഡികൾക്കും പ്രമേഹം ബാധിച്ചിട്ട് അതിന്റെ പ്രവർത്തനക്ഷമത നശിച്ചു പോവാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഹൃദയത്തിന്റെ മിടിപ്പിനൊന്നും ഒരു കൺട്രോൾ ഉണ്ടാവില്ല. തോന്നുന്ന സമയത്ത് കൂടും, ചിലപ്പോൾ കുറയും. അതുപോലെ തന്നെ BP ചിലപ്പോൾ കൂടും, ചിലപ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോകും. നമ്മൾ കേൾക്കാറില്ലേ, ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണു, നിലത്തേക്ക് വീണു, തല കറങ്ങി വീണു, കുറെ നേരം കിടന്നിട്ട് എണീറ്റ സമയത്ത് പെട്ടെന്ന് തളർച്ച തോന്നുക. ഇതൊക്കെ കാർഡിയാക് ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാന കാര്യം നമ്പർ 1, HbA1c എന്ന് പറയുന്ന ആവറേജ് ഷുഗർ 6.5 ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന വഴി ഹാർട്ടിന്റെ റിസ്ക് ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഈ ടെസ്റ്റ് ചെയ്യാതെ സാധാ ഷുഗർ മാത്രമേ നോക്കാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും രീതിയിലുള്ള നെഞ്ചിൽ അസ്വസ്ഥ വരുന്നുണ്ട്, എക്കോ ടെസ്റ്റോ TMT ടെസ്റ്റോ തീർച്ചയായിട്ടും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഏതൊരു പ്രമേഹ രോഗിയും എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് 150 മിനിറ്റ് നടന്നേ മതിയോ. ഇത് ഹാർട്ടിനും നല്ലതാണ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും. നാലാമത്തെ കാര്യം, പ്രമേഹത്തിനായിട്ട് ചില മരുന്നുകൾ നമ്മൾ കുടിക്കുന്നുണ്ടാവും. ഇതേ പ്രമേഹ മരുന്നുകൾ ചിലത് ഹൃദയത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോട് ഹാർട്ടിനും കൂടി പ്രൊട്ടക്ഷൻ ഉള്ള പ്രമേഹ മരുന്നുകൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രൂപത്തിൽ ഹൃദയത്തിന് നല്ല പ്രൊട്ടക്ഷൻ. പ്രമേഹമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.